ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ മലയാളം അടിസ്ഥാന പാഠാവലി 2022-23 അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം. ഉത്സവത്തിമർപ്പിൽ ചെണ്ടമേളം മുറുകുകയാണ്, ഒപ്പം ആവേശം മുറുകുന്നു. കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ എല്ലാം മറന്ന് ആളുകൾ നൃത്തം ചെയ്യുന്നു. ചെണ്ടമേളക്കാരും നൃത്തച്ചുവടുകൾ വയ്ക്കുന്നുണ്ട്. നെറ്റിപ്പട്ടം കെട്ടിയ കരിവീരന്മാർ താളത്തിൽ ചെവിയാട്ടി നിൽക്കുന്നു. ചെണ്ടമേളം അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. നിർത്താതെ മുഴങ്ങുന്ന പിപിയുടെ ശബ്ദം, അലങ്കാര ബലൂണുകളുടെ വിവിധ വർണ്ണങ്ങൾ, കുട്ടികളിലും മുതിർന്നവരിലും ഉത്സവതാളം. സൂചി വീഴാൻ ഇടമില്ലാത്തത്ര ജനക്കൂട്ടം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഉത്സവമേളം. സിനിമാ പാട്ടുകളുടെയും അനൗൺസ്മെൻറ്റുകളുടെയും വെടിക്കെട്ടിൻ്റെയും ശബ്ദം ഉത്സവപ്പറമ്പിൽ ഉയർന്നു പൊങ്ങി. ഉത്സവത്തിൻ്റെ ആഹ്ലാദമേളത്തിൽ ഞാനും അലിഞ്ഞു ചേർന്നു. ആദ്യ ചോദ്യം എന്താണ്? ആരുടെ മുന്നിലാണ് ആളുകൾ എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്നത്? ആരുടെ മുന്നിലാണ് ആളുകൾ എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്നത്? എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾക്ക് മുന്നിൽ, ചെണ്ടക്കാരുടെ മുന്നിൽ. ഏതാണ് ആൻസർ? അതെ, കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ. ഫസ്റ്റ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ടല്ലേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ചെണ്ടമേളത്തോടൊപ്പം താളത്തിൽ ചെവിയാട്ടി നിൽക്കുന്നത് ആര്? കാളകൾ, കുതിരകൾ, ആനകൾ. ആരാണ്? അതെ, ആനകളാണല്ലേ. ആൻസർ എന്താണ്? ആനകൾ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്സവത്തിൻ്റെ ആഹ്ലാദമേളത്തിൽ ഞാനും അലിഞ്ഞു ചേർന്നു. അടിവരയിട്ട പദത്തിന് പകരം പദം കണ്ടെത്തുക. ഏതാണ് അടിവരയിട്ടിരിക്കുന്ന പദം? ആഹ്ലാദമാണല്ലേ. ആഹ്ലാദത്തിന് പകരം പദം ഏതാണ് ഇതിൽ കൊടുത്തതിൽ? സന്താപം നൽകിയിട്ടുണ്ട്, സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്. അതിലേതായിരിക്കും? അതേ, സന്തോഷമാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേളത്തിൽ അലിഞ്ഞു ചേർന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട്? മേളം കണ്ടു നിന്നു, മേളക്കാർക്കിടയിൽ നിന്നും താളം പിടിച്ചു, മനസ്സും ശരീരവും മേളത്തിൽ ലയിച്ചു. ഏതായിരിക്കും ആൻസർ? മേളത്തിൽ അലിഞ്ഞു ചേർന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? അതെ, മനസ്സും ശരീരവും മേളത്തിൽ ലയിച്ചു. അഞ്ചാമത്തെ ചോദ്യം, ജനത്തിരക്കിനെ വിശേഷിപ്പിക്കുന്ന പ്രയോഗം ഏത്? ജനത്തിരക്കിനെ വിശേഷിപ്പിക്കുന്ന പ്രയോഗം ഏത്? ഏതാണ്? അതെ, സൂചി വീഴാനിടമില്ലാത്തത്ര. സൂചി വീഴാനിടമില്ലാത്തത്ര. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വർണ്ണന തയ്യാറാക്കാം. കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു. പുൽത്തലപ്പുകളിലെ മഞ്ഞുതുള്ളികളിൽ സൂര്യപ്രകാശം വീണപ്പോൾ അവ വൈരം പോലെ തിളങ്ങി. പല വർണ്ണങ്ങളിലുള്ള കിളികളുടെ കളകൂജനം കേൾക്കാൻ തുടങ്ങി. മാളു പ്രഭാതത്തിൽ കണ്ട കാഴ്ചകൾ നിറഭേദങ്ങൾ എന്ന പാഠഭാഗത്ത് ഇങ്ങനെയാണ് വർണ്ണിച്ചു തുടങ്ങുന്നത്. നിങ്ങളെ ആകർഷിച്ച പ്രകൃതി കാഴ്ച വർണ്ണിച്ചെഴുതൂ. അപ്പോൾ കൂട്ടുകാരെ ആകർഷിച്ച ഏതെങ്കിലും ഒരു പ്രകൃതി കാഴ്ച വർണ്ണിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മൊത്തത്തിലുള്ള കാഴ്ചകളെക്കുറിച്ചോ വർണ്ണന തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. മുറ്റത്തൊരു മഹാത്ഭുതം. എന്നെ ആകർഷിച്ച ഒരു കാഴ്ചയാണ് കഴിഞ്ഞ വർഷം മഴയ്ക്ക് ശേഷം എൻ്റെ വീട്ടുമുറ്റത്ത് കണ്ടത്. വീട്ടുമുറ്റത്ത് ധാരാളം ചെടികളുണ്ട്. പൂക്കൾ ഉണ്ടാകാത്തതിനാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു കോണിൽ നീണ്ട ഇലകളുമായി ഒരു ചെടി നിന്നിരുന്നു. വേനൽ ആരംഭിച്ചതോടെ അതിൻ്റെ ഇലകളും വാടിക്കരിഞ്ഞ് അപ്രത്യക്ഷമായി. കഴിഞ്ഞ വേനൽമഴ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് അത്ഭുതകരമായ ആ കാഴ്ച കണ്ടത്. ഫുട്ബോളിൻ്റെ വലിപ്പത്തിൽ ചുവന്ന നിറത്തിലുള്ള മനോഹരമായ 3 പൂക്കൾ വിരിഞ്ഞു നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. രാത്രിയിൽ ആകാശത്തെ ഏതോ നക്ഷത്രം മണ്ണിൽ കൊഴിഞ്ഞു വീണു കിടക്കുകയാണെന്ന് തോന്നുന്നു. അമ്മയെ വിളിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയാണ് അതിൻ്റെ പേര് ഫുട്ബോൾ ലില്ലി, ഏപ്രിൽ ലില്ലി, മെയ്ഫ്ലവർ എന്നൊക്കെയാണെന്ന് പറഞ്ഞു തന്നത്. എത്ര കണ്ടാലും മതിവരാത്ത ആ പൂവിൻ്റെ അടുത്ത് പോയി കുറേ നേരം ഇരുന്നു. നിറയെ നാരുകൾ പോലെ ഓരോ നാരിൻ്റെയും അറ്റത്ത് ഒരു കുഞ്ഞു നക്ഷത്രം ഇരിക്കുന്നത് പോലെ. ഫുട്ബോൾ ലില്ലിയുടെ നിൽപ്പ് കണ്ടാൽ ഇതൊരു പൂവല്ല, ഒരു പൂങ്കുട്ടയാണെന്ന് തോന്നും.
ഒരു പൂങ്കോട്ടയാണെന്ന് തോന്നും. ആർക്കും ഒരു ശല്യവും ഉണ്ടാകാതെ ഏതെങ്കിലും മൂലയിൽ ഇരിക്കാൻ അല്പം സ്ഥലം മാത്രം കൊടുത്താൽ മതി. വേനൽക്കാലമാകുമ്പോൾ പുതുമഴയ്ക്ക് ശേഷം ആരെയും ആകർഷിക്കുന്ന പ്രദേശമാകെ പൊൻപ്രഭ ചൊരിയുന്ന പൂവിരിയും. മനുഷ്യർക്ക് കണ്ണിന് ആനന്ദം നൽകുമ്പോൾ തേനീച്ചകൾക്കും പൂമ്പാറ്റകൾക്കും പൂമ്പൊടിയും തേനുമായി സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഈ സുന്ദരി. ഇതിൻ്റെ കിഴങ്ങാണ് നടുന്നതെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഓരോ കാഴ്ചകളും എത്ര അത്ഭുതവും മനോഹാരിതയും നിറഞ്ഞതാണ്. കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയും തരുന്ന പ്രകൃതിയുടെ മനോഹരമായ ഈ വിരുന്ന് കണ്ടവർ ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു വർണ്ണന തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടേതായ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രസകരമായ രീതിയിൽ ആരെയും ആകർഷിക്കുന്ന എന്ത് ചെയ്യുക? ഒരു പ്രകൃതി കാഴ്ച വർണ്ണിച്ച് എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? തേൻ എന്ന പദത്തിന് സമാന പദം കണ്ടെത്തൂ എന്നാണല്ലേ. പൂന്തോട്ടമുണ്ട്, മധു, മുകിൽ. ഇതിലേതാണ്? അതെ, മധു ആണല്ലേ. എന്താണ് ആൻസർ? മധു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 3, ലഘു ഉപന്യാസം തയ്യാറാക്കാം. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും എങ്ങുപോയി എന്ന കവിതാഭാഗത്ത് നാം മനസ്സിലാക്കിയല്ലോ. നിസ്സാരമായ ആവശ്യങ്ങൾക്കു വേണ്ടി ചെയ്താൽ അവ വയൽ നികത്തൽ, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കൽ, കുന്നിടിക്കൽ, മണ്ണെടുപ്പ് ഇവയെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ഉപന്യാസത്തിന് ആദ്യം എന്താണ് കൂട്ടുകാർ എഴുതേണ്ടത്? യെസ്, ഒരു തലക്കെട്ട് എഴുതണമല്ലേ. നമുക്ക് എന്ത് കൊടുക്കാം? ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് ആദ്യം ഉപന്യാസം എഴുതുമ്പോൾ എഴുതുക. ഓക്കെ, ഇത് നമുക്ക് എഴുതാം. സ്വാഭാവിക പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് പ്രകൃതി സംരക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു. അവയൊന്നും ഇപ്പോൾ കാണാനില്ല എന്നതാണ് എങ്ങുപോയി എന്ന കവിതയുടെ വിഷയം. വയൽ നികത്തൽ, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കൽ, കുന്നിടിക്കൽ, മണ്ണെടുപ്പ് ഇവയെല്ലാം ചേർന്ന് പഴയ പ്രകൃതി ഇല്ലാതായിരിക്കുന്നു. പ്രകൃതി മലിനമാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ വിചാരിച്ചാൽ ലോകം നന്നാവില്ലെന്ന ന്യായം പറഞ്ഞ് തലയൂരാൻ നോക്കാതെ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ മതി. ഒരാളിൽ തുടങ്ങുന്ന മാറ്റം സമൂഹം ഏറ്റെടുക്കുമ്പോൾ അത് വഴി തുറക്കുന്നത് ഒരു വലിയ മാറ്റത്തിലേക്കാണ്. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഭൂമിയെ മലിനമാക്കാതിരിക്കാനും നശിപ്പിക്കുന്നതും മനുഷ്യൻ മാത്രമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അമ്മ ഭൂമി മലിനമാകാതെ കാക്കാം. പ്രകൃതി സംരക്ഷണത്തിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തൊക്കെ നമുക്ക് എഴുതാം? യെസ്, കമ്പോസ്റ്റ് കുഴികൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല ഇതിലൂടെ നടക്കുന്നത്. നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ വളമായി മാറുന്നത് വഴി മാലിന്യം കുറച്ച് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കി ഭൂമിയെ സംരക്ഷിക്കാം. അതുപോലെ പ്ലാസ്റ്റിക് കൂടുകൾ ഉപേക്ഷിക്കുക. സ്വന്തം ബാഗുകളോ കടലാസ് ബാഗുകളോ ഷോപ്പിംഗ് സമയത്ത് കയ്യിൽ കരുതുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒരു പരിധി വരെ കുറയ്ക്കാം. വീട്ടിലെ ബൾബുകൾ മാറ്റി LED ബൾബുകൾ ഉപയോഗിക്കുക. അനാവശ്യമായ ലൈറ്റുകൾ ഒഴിവാക്കുക. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ നമ്മളാവും വിധം അന്തരീക്ഷ മലിനീകരണം തടയാം. രാത്രിയിൽ കമ്പ്യൂട്ടറുകൾ ഓഫ് ചെയ്യുക. റീസൈക്കിൾ പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ശേഖരിച്ച് അവ റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾക്ക് നൽകുക. ഭൂമിയെ നശിപ്പിക്കാൻ കഴിഞ്ഞ മനുഷ്യന് ഭൂമിയെ രക്ഷിക്കാനും കഴിയും. അതിനുള്ള മനസ്സുണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു ഉപന്യാസം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കിയാൽ എന്താണ്? കഥ പൂർത്തിയാക്കാം. മഴത്തുള്ളികൾ മണ്ണിലൂടെ കിനിഞ്ഞിറങ്ങി അവ വിത്തിനെ മെല്ലെ തഴുകി. കുഞ്ഞു വിത്ത് കുഞ്ഞിക്കണ്ണ് തുറന്നു തല ഉയർത്തി ചുറ്റും നോക്കി. മണ്ണിനുള്ളിൽ നിന്ന് ഉറക്കമുണർന്ന കുഞ്ഞു വിത്തിൻ്റെ കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് നല്ല പേര് നൽകാൻ മറക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. കഥയൊക്കെ എഴുതാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേര് നൽകാം. എൻ്റെ പങ്ക്. ഞാൻ എഴുതാം. പുതുമഴയിൽ കുതിർന്ന് പൊട്ടിമുളച്ച് മണ്ണിന് മുകളിലേക്ക് തല നീട്ടി. ഞാൻ റോഡ് പക്കത്താണ് നിന്നിരുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ കുട്ടി എന്നെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചു.
ഉണ്ണിക്കുട്ടൻ എന്നാണ് അവൻ്റെ അച്ഛനും അമ്മയും അവനെ വിളിക്കുന്നത്. എനിക്ക് വെള്ളവും വളവും തന്നു. ഒരാൾ പൊക്കം എത്തിയപ്പോൾ അവൻ്റെ അച്ഛൻ എന്നെ ബഡ് ചെയ്യാനാണെന്ന് പറഞ്ഞ് കീറി മുറിച്ചു. വേദനിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ വളർന്നു വന്നു. ബഡ് ചെയ്തുകൊണ്ടായിരിക്കാം അടുത്ത വർഷം തന്നെ ഞാൻ പൂക്കാൻ തുടങ്ങി. എനിക്ക് സന്തോഷമായി. നിറയെ വിരിഞ്ഞ പൂങ്കുല കാണാൻ ഉണ്ണിക്കുട്ടൻ അമ്മയെയും അച്ഛനെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. പൂമ്പാറ്റകളും ഉറുമ്പുകളും തേനീച്ചകളും പൂന്തേനായി എൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കണ്ണിമാങ്ങകൾ കാറ്റത്ത് ആടിയുലഞ്ഞു. മരക്കൊമ്പത്തിരുന്ന അണ്ണാറക്കണ്ണൻ പറഞ്ഞു, പഴുക്കുമ്പോൾ ഒന്ന് എനിക്കും തരണട്ടോ. ഉണ്ണിക്കുട്ടനും അമ്മയും അച്ഛനും എന്നും എൻ്റെ അടുത്ത് വരും. കണ്ണിമാങ്ങയിൽ തൊട്ടും തലോടിയും നിൽക്കും. ഉണ്ണിക്കുട്ടൻ മാങ്ങയിൽ തൊട്ട് ഇത് എനിക്ക്, ഇത് അമ്മയ്ക്ക്, ഇത് അച്ഛന് എന്ന് പറഞ്ഞ് വീതം വെച്ച് കഴിഞ്ഞു. ഇനി അണ്ണാറക്കണ്ണനും വവ്വാലിനും കൊടുക്കാൻ ഞാൻ എവിടുന്ന് മാങ്ങ ഉണ്ടാക്കും? എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അടുത്ത വർഷം നിറയെ പൂത്ത് എല്ലാവർക്കും ഓരോ മാങ്ങ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നിങ്ങളുടേതായ ഭാവനയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുക? ഈ കഥ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ കഥയ്ക്ക് നല്ലൊരു പേര് കൊടുക്കാനും മറന്നു പോകരുത്. എന്തായാലും നമുക്ക് പ്രവർത്തനം 5 നോക്കാം. അനുഭവക്കുറിപ്പ് തയ്യാറാക്കാം. ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, ഇവൻ്റെ പിറന്നാളിനൊരു സദ്യ എന്നൊന്നും അമ്മ ആലോചിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രാരാബ്ദങ്ങളായി കഴിഞ്ഞ ആളായിരുന്നു MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവച്ചത് വിഷുക്കണി എന്ന പാഠഭാഗത്തിൽ വായിച്ചുവല്ലോ. നിങ്ങളുടെ പിറന്നാൾ ഓർമ്മകൾ അനുഭവക്കുറിപ്പായി എഴുതൂ. തുടർന്ന് വരുന്ന രീതി നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, അനുഭവക്കുറിപ്പ് എഴുതാനാണല്ലേ. അനുഭവക്കുറിപ്പൊക്കെ നമ്മൾ ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? അതേ ഒരു തലക്കെട്ട് തന്നെയാണല്ലേ. ഓക്കെ, നമുക്കൊരു അനുയോജ്യമായ തലക്കെട്ട് നൽകാം. പിറന്നാൾ ഓർമ്മ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് നൽകാവുന്നതാണ്. എൻ്റെ കഴിഞ്ഞ പിറന്നാൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്തുകൊണ്ടെന്നല്ലേ? പറയാം, കേട്ടോളൂ. 5ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും A ഗ്രേഡ് കിട്ടിയാൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിത്തരും എന്ന് അച്ഛനും അമ്മയും എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാൻ നന്നായി പഠിച്ചതിനാൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ലഭിച്ചു. ഒക്ടോബറിലാണ് ബർത്ത്ഡേ. പുതുവസ്ത്രങ്ങൾ വാങ്ങാനായി ഞങ്ങൾ ടൗണിലേക്ക് പോയി. അച്ഛൻ എന്നെ കൊണ്ടുപോയത് ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ്. ഷോപ്പിനുള്ളിൽ കടന്ന് ഞാൻ അന്തം വിട്ടുപോയി. നിറയെ സൈക്കിളുകൾ നിരനിരയായി വെച്ചിരിക്കുന്നു. മുകളിൽ കുറെ കെട്ടിത്തൂക്കിയും ഇട്ടിട്ടുണ്ട്. ഗിയറുള്ള സൈക്കിൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അച്ഛൻ പറഞ്ഞു, ഇതാണ് നിനക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. ഒരു സൈക്കിൾ കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് വാങ്ങാനുള്ള പണം അച്ഛൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാനിത് വീട്ടിൽ പറഞ്ഞിരുന്നുമില്ല. ഞാൻ അവിടെ നിന്നും എൻ്റെ സൈസത്ത് ഒരു സൈക്കിൾ തിരഞ്ഞെടുത്തു. ഇനി എനിക്ക് ഡ്രസ്സും കേക്കും വേണ്ട, ഇതുതന്നെ മതി. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഗിഫ്റ്റ് പെട്ടെന്ന് കിട്ടിയാൽ എന്തു ചെയ്യും? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇപ്പോഴും ആ സൈക്കിൾ പുതുപുത്തൻ പോലെ തുടച്ച് വൃത്തിയാക്കി ഞാൻ സൂക്ഷിക്കുന്നു. അതോടൊപ്പം എല്ലാ പരീക്ഷയിലും ഫുൾ A ഗ്രേഡ് വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നന്നായി പഠിക്കുകയും ചെയ്യും. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നിങ്ങളുടേതായ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തുടർന്നു വരുന്ന രീതി പതിവ് എന്തിനൊക്കെ പകരം ഉപയോഗിക്കാവുന്ന പദം കണ്ടെത്തൂ. തുടർന്നു വരുന്ന രീതി പതിവ് എന്നതിനൊക്കെ പകരം ഉപയോഗിക്കാവുന്ന പദം കണ്ടെത്തൂ. മുഴക്കം, തഴക്കം, പഴക്കം. അതിലേതാണ് വരിക? അതെ, തഴക്കമാണല്ലേ. ആൻസർ എന്താണ്? തഴക്കം. കേതൻ പ്രവർത്തനം 6 നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. മഞ്ഞുതുള്ളി കുളിരിൻ്റെ കുപ്പായം നെയ്തു നൽകി. മഴവില്ലുകൊണ്ട് മാല ചാർത്തി. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് കണ്ണെഴുതി. ഇടയ്ക്ക് കുസൃതി കാണിച്ച് മിന്നലുകൾ ആർത്തു വിളിച്ചു കളിച്ചു നടന്നു. മഴ സന്തോഷം കൊണ്ട് ഭൂമിയിലേക്ക് ചാടിത്തുടങ്ങി. മിൻഹ എസ്. കവിതയിൽ ആവിഷ്കരിച്ച ആശയങ്ങൾ, പ്രയോഗങ്ങൾ, പ്രകൃതിയിലെ സവിശേഷതകൾ, നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ എന്നിവ ഉൾക്കൊള്ളിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴും കൂട്ടുകാരെ എന്ത് വേണം? അത് തലക്കെട്ട് വേണമല്ലേ.
അതായത് കവിതയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടുള്ള തലക്കെട്ടാണ് വേണ്ടത്. ഇവിടെ കവിതയ്ക്ക് എന്താണ് ഒരു പേരില്ലല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രചയിതാവിൻ്റെ പേര് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തലക്കെട്ട് യെസ് മിനഹയുടെ കവിത. then എഴുതാം മിനഹ എസ് എഴുതിയ ഒരു കവിതയാണ് വായനയ്ക്കായി തന്നിരിക്കുന്നത്. കവിതയ്ക്ക് പേരിട്ടിട്ടില്ല. മഴ എന്ന പേര് കവിതയ്ക്ക് നന്നായി ചേരുമെന്ന് തോന്നുന്നു. നീരാവി കാർമേഘമായും മഴവില്ല് ചാർത്തിയും തണുത്തു വിറച്ച മഞ്ഞുതുള്ളിയായും മിന്നലിൻ്റെ അകമ്പടിയോടുകൂടി അവസാനം മഴയായും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഈ കവിതയിൽ അതൊരു ചിത്രം വരച്ചതുപോലെ സുന്ദരമായി എഴുതിയിരിക്കുന്നു. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് കണ്ണെഴുതി എന്നത് എന്ത് രസമാണ് വായിക്കാൻ. മിന്നൽ കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും കവിതയിൽ മിന്നൽ ഒരു കൂട്ടുകാരനെ പോലെ തോന്നുന്നു. മനോഹരമായ മഞ്ഞുതുള്ളികൾ കൊണ്ട് കോർത്തെടുത്ത സുന്ദരമായ ഒരു പൂമാലയാണ് ഈ കവിത. വായിക്കുന്ന ആരും ഈ കവിത ഇഷ്ടപ്പെട്ടു പോകും. നല്ല ഈണത്തിൽ വായിക്കാൻ കഴിയുകയില്ലെങ്കിലും ആശയങ്ങൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും ഈ കവിത എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.